ഹായ് ഓൾ, എല്ലാവർക്കും ടെക് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അറ്റർബർഗ് ലിമിറ്റ്സ് ആണ്. അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് വെച്ചാൽ സോയിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനെടുക്കുന്ന വാട്ടർ കണ്ടൻ്റാണ് അറ്റർബർഗ് ലിമിറ്റ്സ്. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് സോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സാധിക്കുന്നു. ഇത് 3 ലിമിറ്റ്സ് ഉണ്ട്. 1 ലിക്വിഡ് ലിമിറ്റ്, 2 പ്ലാസ്റ്റിക് ലിമിറ്റ്, 3 ഷ്രിങ്കേജ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോയിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവാൻ എടുക്കുന്ന വാട്ടർ കണ്ടൻ്റാണ് ലിക്വിഡ് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുന്നതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത് സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുന്നതാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. അറ്റർബർഗ് ലിമിറ്റ്സിലെ ലിക്വിഡ് ലിമിറ്റാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ലിക്വിഡ് ലിമിറ്റ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണിത്. ഈ അപ്പാരറ്റസിൻ്റെ പേര് കസാഗ്രാൻഡസ് അപ്പാരറ്റസ് എന്നാണ്. ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സാമ്പിള്. ഇത് നമ്മൾ 425 മൈക്രോണിലൂടെ സീവ് ചെയ്ത് 120 ഗ്രാം സോയിലാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സീവ് ചെയ്യുകയാണ്. 425 മൈക്രോണിലൂടെ സീവ് ചെയ്യണം. നമ്മൾ 425 മൈക്രോണിലൂടെ സീവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ക്ലേ ആണ് ഇത്. ബാക്കി ഇത് നമ്മൾ കളയാണ്. പാൻ വെച്ചിട്ട് നമ്മളിതിനെ ടയർ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് 120 ഗ്രാം സോയിൽ ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യമായ 120 ഗ്രാം സോയിൽ കിട്ടി. ഇനി നമ്മൾ എടുത്ത ക്ലേ ഈ ഇവാപറേറ്റിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒരു യൂണിഫോം പേസ്റ്റ് ആവുന്നിടം വരെ വെള്ളം ഒഴിച്ച് ഈ ക്ലേ കുഴയ്ക്കുക, ഒരു യൂണിഫോം പേസ്റ്റ് വരെ. സൈഡിൽ നിൽക്കുക. നമ്മുടെ സോയിൽ സാമ്പിള് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്ത് വെച്ച സോയിൽ സാമ്പിള് നമ്മൾ കസാഗ്രാൻഡ അപ്പാരറ്റസിലെ കപ്പിലേക്ക് വെക്കുന്നതിന് മുൻപിട്ട് നമ്മൾ ഈ പ്ലേറ്റ് കൊണ്ട് കസാഗ്രാൻഡ അപ്പാരറ്റസിൻ്റെ കപ്പ് സ്വല്പം മുകളിലേക്ക് പൊക്കിയിട്ട് ഈ പ്ലേറ്റ് ഇട്ട് വെക്കുക. വെച്ചിട്ട് നമ്മൾ ഈ സോയിലിനെ ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് സ്പാച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ആ സോയിലിനെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കപ്പ് കറക്റ്റ് ചെയ്യുകയാണ്. ഈ കപ്പിനകത്ത് സോയിലിട്ടിട്ട് കസാഗ്രാൻഡ അപ്പാരറ്റസ് കറക്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സൈഡിലെ സോയിലെല്ലാം ക്ലീൻ ചെയ്ത് കളയണം. എന്നിട്ട് ഈ സൈഡിലെ സോയിൽ എന്നിട്ട് ഇത് രണ്ടും നമ്മുടെ ഗ്രൂവിങ് ടൂളാണ്. ഈ ഗ്രൂവിങ് ടൂൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിത് ഓരോ ഭാഗത്തും ഇത്രയും ഒരു ഗ്യാപ്പ്, അതായത് 1 സെൻറ്റിമീറ്റർ ഉണ്ടോ എന്ന് നോക്കുക തിക്നെസ്.
ഓക്കെയാണ്. ഇത് വീണ്ടും നമ്മൾ ഇതിനെ ഒന്നും കൂടെ സ്പാച്ചിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തു. സ്പാച്ചിൽ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഈ ഗ്രൂവിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിന് ഗ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രൂവ് എവിടെ നിന്നാണ് അടുക്കുന്ന അത്രയും പ്രാവശ്യം നമ്മളിതിനെ ബ്ലോ ചെയ്യുന്നു. ബ്ലോ ചെയ്യാണ്. എപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഈ ഗ്രൂവ് കട്ട് ചെയ്ത സോയിൽ രണ്ടും കൂടെ ഒരുമിക്കുന്നതെന്ന് നോക്കുക. അടുത്ത് വരുന്നുണ്ട്. നമുക്ക് എത്ര ബ്ലോയിലാണ് ഇത് ഈ നമ്മുടെ ഗ്രൂവ് അടുത്തെന്നുള്ളത് നമ്മുടെ നമ്പർ ഓഫ് ബ്ലോസ് നമുക്ക് ഇവിടുന്ന് റീഡിങ് കിട്ടും. അടുത്തതായി നമുക്ക് സാമ്പിളിൻ്റെ ഡ്രൈ വെയിറ്റ് കണ്ടുപിടിക്കാം. അതിനായി ആദ്യം നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ എംറ്റി വെയിറ്റ് എടുക്കണം. അത് നമ്മൾ W0 എന്ന് ഡിനോട്ട് ചെയ്യുക. അതിനുശേഷം ഈ കണ്ടെയ്നറിൽ 50 ഗ്രാം സാമ്പിൾ ഇവിടുന്ന് ഇങ്ങനെ 50 ഗ്രാം സാമ്പിൾ നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കുക. ഈ 50 ഗ്രാം സോയിലിൻ്റെ വെയിറ്റ് നമ്മൾ W1 ആയിട്ട് ഡിനോട്ട് ചെയ്യുക. പിന്നീട് ഈ കണ്ടെയ്നർ 24 അവേഴ്സ് നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ആ വെയിറ്റ് നമ്മൾ W2 ആയിട്ട് ഡിനോട്ട് ചെയ്യുക. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം 24 അവേഴ്സ് കഴിഞ്ഞ് എടുത്ത വെയിറ്റാണ് നമ്മൾ W2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ അറ്റ്ലീസ്റ്റ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ സെയിം സാമ്പിളിൽ വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് യൂണിഫോം പേസ്റ്റാക്കി ഈ സാമ്പിളിൽ തന്നെ വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് ഇതിനെ യൂണിഫോം പേസ്റ്റാക്കി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുകയും നമ്പർ ഓഫ് ബ്ലോസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. എല്ലാവർക്കും ലിക്വിഡ് ലിമിറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് പ്ലാസ്റ്റിക് ലിമിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.